ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. കാരണം നമ്മൾ ലോക്ക്ഡൗണിലൊക്കെ പെട്ട് കിടക്കുവാണ്. അപ്പം നമുക്ക് വൈകുന്നേരം ചായയിലൂടെയോ കാപ്പിയിലൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് നൂഡിൽസ് വെച്ചാണ്. അതിൻ്റെ പേര് സ്പ്രിംഗ് റോൾ, നൂഡിൽസ് സ്പ്രിംഗ് റോൾ. അപ്പം എന്നും നൂഡിൽസ് പിള്ളേർക്ക് കൊടുത്താൽ അതിലെന്താ ഒരു രസം അല്ലേ? അപ്പം ഒന്ന് ഷേപ്പൊക്കെ മാറ്റി അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കൊടുത്തു നോക്കാം. അപ്പം വലിയവർക്കും ഇഷ്ടപ്പെട്ടും കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ആദ്യം നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്നൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവേ. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ എണ്ണ, കുക്കിംഗ് ഓയിൽ. ഓക്കെ, ഇനി നമുക്കത് ഇളക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും. അത് നമുക്ക് നല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് കൊടുക്കാം. നമ്മൾ ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ആക്കി 15 മിനിറ്റ് വെച്ചിരുന്നു. അതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു ഉരുള എടുത്തു, നല്ല ചപ്പാത്തിക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പോവാണ്. പക്ഷേ അവിടെയാണ് നമ്മുടെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മൾ ചെറിയൊരു സർക്കിൾ ആക്കി വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഒത്തിരി ചപ്പാത്തിയുടെ ഒന്നും പരുവത്തിലാക്കണ്ട. ഇത് നമുക്ക് ചെറിയൊരു സർക്കിളാക്കാം. കണ്ടല്ലോ, ഇത് ഞാൻ എന്നിട്ട് മാറ്റി വെക്കാൻ പോവാം. ഇച്ചിരി അത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഇച്ചിരി വലിയ ചപ്പാത്തിയുടെ പരുവത്തിനാക്കുവാണ്. കണ്ടല്ലോ, ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ, ഇപ്പം ഞാൻ പരത്തിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും ഞാൻ എണ്ണ തേച്ച് കൊടുക്കുവാണ്. എണ്ണ തേച്ച് കൊടുത്തിട്ട് ചെയ്യാൻ പോകുന്നത്, ഈ ചെറിയ ഇതില്ലേ, അത് ഞാൻ ഇതിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് അതിനെ അങ്ങ് ഒട്ടിക്കും. അതേൽ നീട്ടാൻ പറ്റുന്നിടത്തോളം നീട്ടാൻ നോക്കുക. എന്നിട്ട് അതിനെ അങ്ങ് ഒട്ടിക്കുക. ഒട്ടാൻ വേണ്ടിയാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി അത് നമുക്ക് ഒറ്റ ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ പരത്തിയെടുക്കാം. അത് അതിനോട് ചേർന്ന്, കണ്ടല്ലോ, ഇത് നമ്മളിപ്പം രണ്ടും കൂടെ നമ്മൾ ഒന്നിച്ചൊരു ചപ്പാത്തിയുടെ പരുവത്തിലാക്കി എടുത്തിരിക്കുവാണ്. ഇത്രയും വലുപ്പം മതി. അതുപോലെ നമുക്ക് ബാക്കി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവും കൂടെ ഇതേപോലെ തന്നെ ആക്കിയെടുക്കാവേ. തവ ചൂടായി. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇതാക്കിയെടുക്കാം. എണ്ണയൊന്നും തേക്കണ്ട. എണ്ണയൊക്കെ തേച്ച് നമ്മൾ ചെയ്തതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കിടന്ന്, ഇതാണ് നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയേക്കാം. അതുപോലെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന എല്ലാം ഈ പരുവത്തിലൊന്ന് എടുക്കണേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പ്രിംഗ് റോളിൻ്റെ അകത്തെ ആ ഫില്ലിങ്സിന് വേണ്ടിയുള്ളതാണ്. എണ്ണ ഒഴിക്കുക. ആയി കഴിയുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഇടാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞപ്പം ഇവിടെ അരിഞ്ഞു വെച്ച സവോള, ഒരു സവോളയാണ്, ഒരു സവോള ഈ പരുവത്തിലൊന്ന് ഇട്ട് കൊടുത്തു. അതിനെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട്, ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന പച്ചക്കറികളാണ് ഇടുന്നത്. അപ്പം പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന പച്ചക്കറിയോ അങ്ങനെ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ള ആ പച്ചക്കറിയൊക്കെ ഇടാം. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം, ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ഇടാം, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്, അങ്ങനെ എന്ത് വേണേലും ഇടാം. ഇവിടെ പിള്ളേർ പച്ചക്കറിയൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രമാണ് പച്ചക്കറിയുടെ ഇതിലിടുന്നത്. അപ്പം എങ്ങനെ വേണേലും ഇതിൻ്റെ ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കാം പച്ചക്കറി ഇട്ട്. ഇതൊന്ന് നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്.
ഇനി അടുത്ത ഞാനിടാൻ പോകുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടി ഒന്ന് വാടി തുടങ്ങുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മല്ലിയിലയും കൂടി ഇടുകയാണ്. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നല്ലതല്ലേ. അപ്പം മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു 2-5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചാലും മതിയാവും ചെയ്യുമ്പം. അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട നൂഡിൽസ് ഉണ്ടല്ലോ, അതൊന്ന് വേവിച്ച് വെച്ചേക്കണം. കാരണം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ വേവിച്ച നൂഡിൽസ് കൂടി ഇട്ട് ഇളക്കി എടുക്കുവാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. എരിവ് വേണ്ടവർക്ക് 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ മതിയാവും. കണ്ടോ? ഇനിയിപ്പോൾ അടുത്തത് ഇതൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് തന്നെ നമ്മൾ സോയാ സോസും വിനീഗറും കൂടെ ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഒത്തിരി ഒഴിക്കല്ലേ. അപ്പോൾ ഇതിനി നല്ലവണ്ണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. വഴന്ന് വരുമ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ വേവിച്ച് വെച്ച മാഗിയാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഇത് നല്ലവണ്ണം നമുക്ക് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. നമുക്കിനി അത് ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം. നമ്മളിതാ ഇവിടെ ചപ്പാത്തി പോലെ ആക്കി എടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച ഭാഗമില്ലേ, അതങ്ങ് കീറിയെടുക്കണം. കണ്ടല്ലോ? അപ്പോൾ നമ്മുടെ ഷീറ്റ് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഇവിടെ റെഡിയായി. കണ്ടല്ലോ? 2 എണ്ണമായി. അതുപോലെ നമുക്ക് ബാക്കി എണ്ണത്തിൻ്റെ ഷീറ്റ് ഇവിടെ റെഡിയാക്കാം. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ വെച്ചൊരു ഗമ്മാണ്. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് നമ്മുടെ ഈ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റില്ലേ, അതിലൊന്ന് തേച്ചിട്ട് ഒട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ മൈദ വെച്ച ഒരു ഗമ്മുണ്ടാക്കി, മൈദയും വെള്ളം കൂടെ ചേർത്ത്. അപ്പം ഇത് ഞാനൊരു സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്ങും കൂടി എടുത്തു. ഓക്കെ, ഇത്രയും മതിയാവും. അത് നമുക്കത് ഇങ്ങനെ ഒന്ന് മടക്കാം. എന്നിട്ട് അതിൻ്റെ ഈ അറ്റത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദ മാവ് അല്ലെ മൈദ ഗമ്മൊന്ന് സൈഡിലും എല്ലാം ഒന്ന് ചേർത്ത് അതൊന്ന് ഒട്ടിച്ച് വെക്കാം. പിന്നെ അടുത്തത് തന്നെ ഈ സൈഡിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് അത് നമുക്ക് മാവ് വെച്ചൊന്ന് ഒട്ടിക്കാം. നല്ലതായിട്ട് പ്രസ് ചെയ്യണം. ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇത് ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് ഇവിടെ ഇട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പം കണ്ടല്ലോ, നമ്മുടെ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതുപോലെ ബാക്കിയും കൂടെ ചെയ്യാവേ. ഇതെല്ലാം ഈ ഷേപ്പിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വറുത്തെടുക്കാൻ വേണ്ടി എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി എടുത്താൽ മതി. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം ആയതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് മാറിയാൽ മാത്രം മതി. അപ്പം നമ്മുടെ നൂഡിൽസ് സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സ്ഥിരം പിള്ളേർക്കൊക്കെ നൂഡിൽസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ വഴി ഒന്ന് നോക്കി പിള്ളേർ കഴിക്കുമെന്നറിയാമല്ലോ.
അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്